our channel Blush with Dash and welcome back to yet another vlog. അപ്പോൾ ഇപ്പോൾ സമയം 6:40 ആൻഡ് ഇന്ന് വന്നിട്ട് എന്ത് ദിവസമാണ് കേട്ടോ, 3-ാം തീയതി അല്ലേ, 3rd January ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ്. എന്താണ് പറയുന്നത്, കുറച്ച് ഒരുപിടി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകണതല്ലേ കാണുമ്പോൾ. അതെ, ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഞാനും ഏട്ടനും വാവയും മാത്രമേ ഉള്ളൂ. അമ്മയും ഉണ്ണിക്കുട്ടിയും ബാംഗ്ലൂരിൽ തന്നെയാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് ഞങ്ങൾ കല്യാണത്തിനാണ് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ, പറയാലോ, അപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ലോന്റെ കല്യാണമാണ്. അല്ല, രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ പിന്നെ അവരുടെ സിസ്റ്ററിന്റെ കല്യാണത്തിനാണ് നമ്മൾ പോകുന്നത് നാട്ടില്. വരാത്ത ഉണ്ണിക്കുട്ടി ഒന്നും വരാത്തതിന് മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടിക്ക് കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. അവൻ ഇപ്പോഴേ കല്യാണത്തിനെതിരാണ്. അവന് കല്യാണം കൂടുന്നത്, ഇങ്ങനെ പരിപാടികൾക്ക് പോണതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ക്ലാസ് ഉണ്ട്. ഇന്ന് വെനസ്ഡേ അല്ലേ, അപ്പൊ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 3-4 ദിവസം പോകും ഇപ്പൊ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ ചോദിച്ചു, കല്യാണത്തിനാണോ പോണേ? അപ്പൊ അവനത് കല്യാണത്തിന്. അന്ന് ഞാനില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓർത്ത് വളരെ നന്നായി. അല്ലെങ്കിൽ അത്രയും ദിവസത്തെ ക്ലാസ് പോകുമ്പോ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തോളൂ, ഒരു ദിവസം ക്ലാസ്സിൽ പോയിട്ട് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് പറയുമ്പോ കുറെ ക്ലാസ്സും എല്ലാം മിസ്സാവൂലേ. പിന്നെയാണ് കേട്ടോ അവനത് മനസ്സിലായത്. വന്നിരുന്നെങ്കിൽ വീട്ടിൽ നിൽക്കരുത്, കറങ്ങി നടക്കാൻ. അവൻ പറഞ്ഞേ, ഓ നിങ്ങളൊക്കെ പോകണുണ്ടല്ലേ, അപ്പൊ അവൻ അതിനൊക്കെ ലീവ് ആവില്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് അവനത് റിയലൈസ് ചെയ്തത്. പിന്നെ അവൻ എന്തായാലും പിന്നെ അധികം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പോയില്ല. അപ്പൊ അവൻ പറഞ്ഞു, ഞാനും വരണോന്നൊക്കെ ചോദിച്ചു. അവന് വേണ്ട, അവിടെ തന്നെ ഇരുന്നു. അപ്പൊ എന്തായാലും അമ്മയും അവനും കൂടി അവിടെ നിന്നു, സ്കൂളിലൊക്കെ പോകാനുള്ളത് കൊണ്ട്. അപ്പൊ നമുക്ക് എന്നാണ് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല്, ഫ്രൈഡേ ആണ്. ഫ്രൈഡേ അല്ല, സാറ്റർഡേ ആണ് മെയിൻ കല്യാണം. വെഡിങ് ഈവന്റ് ഫംഗ്ഷൻസ് ഉണ്ടാവുമല്ലോ ഫ്രൈഡേ. അപ്പൊ അതിനാണ് നമ്മള് പോകുന്നത്. അപ്പൊ നമ്മള് 1 day നേരത്തെ പോണെന്ന് വെച്ച് കഴിഞ്ഞാല്, എറണാകുളത്തല്ല കല്യാണം, കൊട്ടാരക്കരയാണ് കല്യാണം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് കൊണ്ടാണ് നമ്മള് 3 പേരും കൂടിയാണ് പോകുന്നത്. പിന്നെ കിരൺ ഈ വീക്ക് ഫുള്ള് ലീവാണ്. പിന്നെ കിരണ് വീട്ടിൽ പോയിട്ട് 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നമുക്ക് കേട്ടോ, പോയിട്ട് നമുക്കല്ലേ കുഴപ്പമില്ല. അപ്പൊ ആക്ച്വലി ഏട്ടൻ ഇന്നലെ 2-ാം തീയതി നാട്ടില് തനിയെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ ഞാനും വാവയും കൂടി 3-ാം തീയതി രാത്രി ബസ്സിൽ കയറിയിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും വയ്യായികയായിരുന്നു. വയ്യായിക എന്ന് വെച്ചാല് വയറ് വയ്യ, ഫുഡ് പോയ്സണിങ് തന്നെ ആണെന്ന് സംശയമുണ്ട്. ബിക്കോസ് എല്ലാ വീട്ടിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ഫുഡ് പോയ്സൺ. വെച്ചാല് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തു പോയി കഴിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം വരിക, അങ്ങനത്തെ പ്രശ്നം. അപ്പൊ അതുപോലെ കിരണ് പെട്ടെന്ന് വയ്യാണ്ടായി. 1-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്കും വയറ് ഭയങ്കര അപ്സെറ്റ് ആയിട്ട്, പിന്നെ കണ്ടിന്യൂസ്ലി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡ് ആവില്ലേ. അപ്പൊ നമ്മള് ഒരുമിച്ച് എന്നാ പിന്നെ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ എത്ര മണിക്കെന്ന് പറഞ്ഞാൽ 5:20 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതെ, ഇതിപ്പോ ഈ വ്ളോഗ് വന്നിട്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഡേയ്സിന്റെ വ്ളോഗ് ആവാനാണ് ചാൻസ്. ഇന്ന് പോവുക, പിന്നെ നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് നാളെ വ്യാഴാഴ്ചയില്ലേ, നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് നമ്മള് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. പിന്നെ തിരിച്ചു പറഞ്ഞാൽ നമുക്ക് വേറെ പ്ലാനൊക്കെ ഉണ്ടല്ലോ ചേട്ടപ്പ. നമുക്ക് എല്ലാം ഇങ്ങനെ വരുന്ന വഴി ഓരോന്നായിട്ട് പറയാം. എല്ലാം കൂടി അങ്ങോട്ട് ഇൻട്രോയില് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വ്ളോഗിന്റെ ഒരു രസം പോകില്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ഒരുപിടി പരിപാടികൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാനാട്ടോ. അപ്പോ തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. വാവ ഒരു കണക്കിനാണ് ഇപ്പൊ ഉറങ്ങിയേക്കുന്നത്. യൂഷ്വലി വാവയുടെ കൂടെ ഉണ്ണിക്കുട്ടി കമ്പനി ഉള്ളത് കൊണ്ട് രണ്ടും കൂടി അതും ഇതും ഒക്കെ കളിച്ചും ചിരിച്ചും അടിപിടിയും ബഹളവും കുത്തിത്തിരുക്കലും പിടിയും വലിയാക്കിയിട്ട് ഇരുന്നോളും, വലിയ കുഴപ്പമില്ല. ഇതിപ്പോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഹാപ്പി ആയിട്ടില്ല. ഇതിപ്പോ വെളുത്തു, അല്ലാണ്ട് നല്ല ഇരുട്ടായിരുന്ന സമയത്ത് ഇത്തിരി സങ്കടമൊക്കെയാണ്. കുറെ പ്രാവശ്യം എന്നെ സോപ്പിട്ട് നോക്കി ഇവിടെ വന്നിരിക്കാൻ. പിന്നെ എനിക്ക് അങ്ങനെ അധികം ഇൻട്രസ്റ്റ് ഇല്ല, ഇവിടെ കൊണ്ടു നിർത്തുന്നത് അത്ര ശരിയാവില്ലല്ലോ, നമ്മളൊക്കെ അത്ര സേഫ് അല്ലാത്തത് കൊണ്ട് ഞാനെന്നെ പാട്ടൊക്കെ വെച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പാട്ട് കണ്ടിന്യൂസ്ലി. അവൾക്ക് മറ്റേ ചിത്ത മൂവിയിലെ ആ പാട്ടില് ഉനക്ക് താന്ന പാട്ടിന്റെ ഭയങ്കര വലിയ ഫാനാണ്. അപ്പൊ ആ പാട്ട് ഇങ്ങനെ റിപ്പീറ്റ് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ കുറച്ചു മുന്നേ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. ഏട്ടൻ പറഞ്ഞത് ഇനിയെങ്കിലും ഈ പാട്ട് മാറ്റാനായില്ല എന്ന് ചോദിക്കായിരുന്നു. പക്ഷെ ആ പാട്ട് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് പാടിയൊക്കെ നടക്കും. അപ്പൊ ആ പാട്ട് ഉള്ളത് കൊണ്ട് അത് കേട്ട് കിടന്ന് ഉറങ്ങിയതാണ്. അപ്പൊ ഉറങ്ങിയ ഗ്യാപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ വ്ളോഗ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിപ്പോ ആറ്റിമ്പയിലൊക്കെ കഴിഞ്ഞില്ല കേട്ടാ, അതൊക്കെ കൃഷ്ണഗിരി കഴിഞ്ഞ, അത് കഴിഞ്ഞിട്ടില്ലല്ലേ നമ്മള്. ഷോളഗിരി, അതെ. അപ്പൊ
പയ്യെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം. ബിക്കോസ് കിരൺ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ല. ഞാന് കഴിച്ചു, പക്ഷെ എന്നാലും എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ കഴിച്ച എനിക്കും കഴിക്കാത്ത കണ്ടൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ മുരുകൻ ഇഡ്ഡലിയിലായിരിക്കും കയറുന്നത്. ഓപ്പൺ ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയില്ല. ബിക്കോസ് ഇത് വെഡ്നസ്ഡേ അല്ലേ, മിഡ് വീക്ക് ആയതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ല അവർ വീക്കെൻഡ്സ് ആണോ നേരത്തെ തുറക്കണേന്ന് നമുക്ക് വലിയ പിടുത്തമില്ലാത്തത് കൊണ്ട് നോക്കി നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് മുരുകൻ ഇഡ്ഡലി ഓപ്പൺ ചെയ്തിട്ടുണ്ടോ നോക്കാം. നമ്മുടെ മുരുകൻ ഇഡ്ഡലി തുറന്നിട്ടുണ്ട്. അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ഫ്ലാഗ് കാണിച്ചു ഇവിടെ വരാൻ. ഗുഡ് മോർണിംഗ് പറ. അപ്പൊ കഴിക്കണ്ടേ? ഞങ്ങള് ഉറക്കത്തിൽ നിന്ന് എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചോണ്ട് നമ്മത്തേക്ക് വണ്ടി സ്റ്റോപ്പായത് കണ്ണു തുറന്നൊരാൾ ഇരിക്കുന്നു അല്ലേ. നമുക്ക് പോവാം, പാപ്പ കഴിക്കാൻ പോവാം. എന്ത് പാപ്പം വേണം ഇന്ന്? എന്ത് വേണം പാപ്പ? ദോശ കഴിച്ചാ മതി. നമ്മുടെ കോലിട്ടേക്കണ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ? നൈസ് നോ. നമ്മള് യൂഷ്വലി ഇവിടെ മുരുകനടിയിൽ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ വെയിറ്റ് ചെയ്യണം കേട്ടോ. യൂഷ്വലി വീക്കെൻഡ്സിൽ വരുമ്പോഴത്തേക്കും പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അകത്ത് കയറുന്നത്. ഇന്നിപ്പോൾ മിഡ് വീക്ക് ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. ആരാത്? ഞാനപ്പോൾ ഇവിടുത്തെ മെയിൻ സാധനം പൊടി ഇഡ്ഡലിയാണ് പറഞ്ഞത്. പൊടി ഇഡ്ഡലി, പിന്നെ ഏട്ടൻ മസാല ദോശ, പിന്നെ ചായ, വട. എൻ്റെ പൊടി ഇഡ്ഡലി വന്നിരിക്കുകയാണ്. നല്ല മണമാണ് കേട്ടോ. ഈ സാധനം വരുമ്പോൾ തന്നെ നെയ്യിലാണ് ഇതാക്കണതല്ലോ, അതുകൊണ്ട് ഭയങ്കര സ്മെല്ല വരുമ്പോൾ തന്നെ. പിന്നെ വട. നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറെ വുഡൻ ടോയ്സുകളുണ്ട് കേട്ടോ. ഇവിടെ കുട നോക്കിയാൽ നല്ല രസമുണ്ടല്ലോ. കാണാൻ കുഞ്ഞു കുടയാണ്, എന്താ പൊടിച്ചു കുട, നല്ല രസമുണ്ട് കാണാൻ. കുറെ ടോയ്സ് ഉണ്ട്. അയ്യോ വേണ്ട 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 വേണ്ട. ഏട്ടാ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ആ അതാണോ അവിടെ? വേറെ ഇവിടെ എന്താ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. മോൾട്ടി എന്താ വാങ്ങിച്ചേ? ആരാ അത്? ജിറാഫ്. പറയും ജിറാഫ് എവിടെ? ജിറാഫ് എന്റെ കയ്യിലുണ്ട്. ഈ അത് അടിയിലൊരു ബട്ടൺ മാതിരത്തെ സാധനമുണ്ട്. അത് ഞെക്കുമ്പോ അതിങ്ങനെ കൊളാപ്സ് ആയി വീണിട്ട് ചാടി എണീക്കും അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? പിന്നെ ഇഷ്ടമായോ? പിന്നെ ഉണ്ണിക്കുട്ടിക്കൊരു എന്താണ് അതിന്റെ പേര്? യോ വാങ്ങിയിട്ടുണ്ട്. അതാണ് എല്ലാം മരത്തിന്റെ ടോയ്സ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ജേർണി റീസ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. കുഞ്ഞിമ്മ ടോയ് ഇഷ്ടമായോടി? നൈസാണോ? എവിടെ നോക്കേ? കൊള്ളാലോ. എന്തായി സ്റ്റാർട്ട് ചെയ്യാട്ടാ? എവിടെ നോക്കട്ടെ? അത് തന്നെ, അത് വീണോ നോക്ക്. ഹലോ ഹലോ പറ. ഇപ്പൊ 12:30 ഞങ്ങള് പാലക്കാട് കേറി. അപ്പൊ ഇവിടെ ഒരാൾ ഇങ്ങോട്ട് ചാടിയട്ടാ. പുറകില് അവൾക്ക് മറ്റേ ഉണ്ണിക്കുട്ടിയും കൂടി ഇല്ലാണ്ടിരുന്നിട്ട് ഭയങ്കര വിഷമം. ഉറങ്ങി, കൊറേ നേരം ഉറങ്ങി. പിന്നെ കഴിക്കാം, അപ്പൊ പാപ്പ കഴിക്കാൻ പോണ്ടേ. അപ്പൊ കൊറേ നേരം അവള് ഉറങ്ങി. കൊറേ നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ ഒരു ലോലി കൊടുത്തു. പിന്നെ സ്നാക്സ് കൊടുത്തിട്ടൊന്നും സെറ്റിലാവണില്ല. കഴിക്കും, ഓക്കെ ആവും എന്നല്ലാണ്ട് അത് കഴിയുമ്പോ വീണ്ടും സങ്കടം അല്ലെ. ബാക്കിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തിട്ട് സമ്മതിക്കാനില്ല. എന്തായാലും നമ്മൾ ഇനിയിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് ഇറങ്ങാനായി. അപ്പൊ കുറച്ചു നേരം കയ്യിൽ വെക്കാന്ന് വിചാരിച്ചു അല്ലെ. നമ്മളപ്പോ അതുകൊണ്ട് പയ്യെ അങ്ങോട്ട് വലിച്ചുകൂടി എടുത്തിട്ട് ഇവിടെ വലിച്ചിട്ട് കിട്ടിയേക്കാണ്. നമ്മ എന്നെ കൂടെ അങ്ങോട്ട് ചേർത്തിട്ട് വേറെ വഴിയില്ലാത്തോണ്ട് അല്ലേ. പിടിച്ച് അങ്ങനെ ഇരിക്കാമോ? ഇവിടെ ഇരിക്കാൻ പാടില്ല കേട്ടോ. ബുബുടെ സീറ്റ് എവിടെയാ? ബാക്കിലല്ലേ ബുബുടെ സീറ്റ്? അവിടെ വേണ്ട ഇരിക്കാൻ. അപ്പൊ വിശക്കുണ്ട്. ബിക്കോസ് നമ്മൾ 7 മണി ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ലോണം വിശക്കുന്നുണ്ട്. നേരത്തെ ആയില്ലേ. അപ്പോ നമ്മള് യൂഷ്വലി ഇറങ്ങാറുള്ള ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറിയില്ല, നോക്കാം. ഇതിനാണോ കടലിൽ കയറിയത്? ഇറങ്ങി. സൂപ്പർ പറയൂ, സൂപ്പർ പറയൂ.
റെസ്റ്റോറൻറ്റ് തപ്പി ശരി, ഞാൻ മോളാണ് ഇവിടെ. ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ നെടുമ്പാശ്ശേരി വരെ എത്തിയിട്ടോ. നെടുമ്പാശ്ശേരി റെക്സ് റെസ്റ്റോറൻറ്റാണ് കയറിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് കടലിൽ വരികയാണോ, ബിക്കോസ് 2 മണി കഴിഞ്ഞു. നമ്മൾ 7 മണി ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചല്ലേ, അപ്പോൾ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വെജ് താലിയും ഫിഷ് കറി താലിയും ആണ് നമ്മൾ പറഞ്ഞത്. മീൽസ്, ഫിഷ് കറി മീൽസും വെജ് മീൽസും പ്ലസ് ബീഫ് ഫ്രൈ. വെയിറ്റ് ചെയ്യണം, വിശന്നിട്ട് വയ്യ കേട്ടോ. എൻ്റെ ഫിഷ് കറി മീൽസ് വന്നു കേട്ടോ. കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുണ്ട് നമ്മളുടെ ഉദ്ദേശ ഫിഷ് കറി തന്നെയാണ്. ഏട്ടൻ വയറൊക്കെ ഇത്തിരി അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് വെജ് താലിയാണ് പറഞ്ഞത്. ബീഫും ഇത്തിരി കൂടിയാണ്, ബീഫ് ഫ്രൈ. എക്സൈറ്റഡ് ടു ഹാവ് സം ബീഫ് ഫ്രൈ. അങ്ങനെ നമ്മൾ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയിരിക്കുകയാണ്. അവിടെ പോയിട്ട് ജ്യൂസൊക്കെ മേത്ത് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം കിട്ടില്ലേ. നമ്മുടെ 2 പിള്ളേർക്ക് ജ്യൂസ് നല്ല സ്ഥിരം ജോലിയാണ് കേട്ടോ, അല്ലേ? നമ്മുടെ 2 എണ്ണത്തിനും എവിടെയൊക്കെ ഒരു ഏകദേശം ഒരു പ്രായം വരെ എവിടെയൊക്കെ പോയോ അവിടെയൊക്കെ ജ്യൂസ് മറിച്ചില്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടാത്ത സാധനങ്ങളാണ്. നമ്മുടെ പിള്ളേർ മാത്രമാണ്, എല്ലാ പിള്ളേരും ഇങ്ങനെയാണോ എനിക്കറിയാൻ വേണ്ട. ഉണ്ണിക്കുട്ടിയൊക്കെ ഇന്നാളും കൂടിയല്ലേ ബാംഗ്ലൂരിൽ വന്ന്, ഈ ടൈം ബാംഗ്ലൂരിലെ വന്നപ്പോ കൂടി ഒഴിക്കലുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയാ, മെസ്സിയാണ്. ഇതും അത് തന്നെ. ഇത് കുറച്ച് ഭേദമായിരിക്കും ഞാൻ വിചാരിച്ചു. ഇതും അത് തന്നെ അവസ്ഥ. എന്റെ ജീൻസിലോട്ടൊക്കെ ആയിരുന്നു നിറച്ച്. അപ്പോൾ നമ്മൾ നല്ല ഊണൊക്കെ കഴിച്ചു. ഞങ്ങൾ ഊണ് കഴിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടില്ല കേട്ടോ. വേറെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സുഖം കിട്ടില്ലായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. ഊണ് കഴിച്ചതുകൊണ്ട് എന്തോ ഒരു സുഖം കിട്ടിയ മാതിരി തോന്നി. ഇമ്മ പ്രായമാണോണ്ടായിരിക്കും. നമ്മുടെ അമ്മയൊക്കെ എപ്പോഴും ചോറ് വേണം എന്നൊക്കെ പറയണില്ലേ, നമ്മളതുപോലെ ഉണ്ടോ? എനിക്ക് ചോറൊന്നും വേണ്ട ആണല്ലേ? എനിക്കെന്താ അങ്ങനെ ചോറ് കഴിക്കണം തോന്നിയേട്ടാ. മീൽസ് മതി എന്നിട്ട് തോന്നല്. അപ്പൊ നമ്മള് മീൽസ് ഒക്കെ കഴിച്ചു, വാവ കഴിച്ചു. യെസ്, അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇതിപ്പോ എയർപോർട്ടിന്റെ അവിടെയല്ലേ, അപ്പൊ ഇനിയൊരു ½ അല്ലേ ഉള്ളൂ അല്ലേ? ഹാന്ന് അതാണ് ചോദിച്ചത്. വഴി അറിയാടാ? വഴി അറിയാമോ വീട്ടിൽ പോവാൻ? ഓക്കെ. അപ്പൊ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ½ വീട്ടിലെത്തുന്നതാണ് കേട്ടോ. എടാ എത്തിയോ നീ? ഇവിടെ അച്ഛമ്മ നമസ്കാരം. അച്ഛമ്മ ഇവിടെ കൊച്ചുമോൾക്ക് എന്തൊക്കെയാ നോക്കിയേ, വന്നപ്പോ തന്നെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കൊടുക്കണം അല്ലേ? കണ്ണാടി ആണോ? അതെ. ഹായ്. ഓ മൈ ഗോഡ്. അതെ, നല്ല രസമാണ്. ഇതെന്താ ഇത്? ദേ ക്ലിപ്പ്. അമ്മോ. പിന്നെന്താ? ദേ ഡോള് ബാർബി. പിന്നെ വേറെ എന്തൊക്കെയാടാ? ദേ നോക്ക്, വാങ്ങിച്ചിട്ട് നോക്ക്. എന്താ നോക്കട്ടെ, അമ്മ നോക്കട്ടെ. വാവ്, റബ്ബർ ബാൻഡ്. പിന്നെന്താ? നോക്കട്ടെ, അടുത്തത് വാങ്ങിച്ചോ. എന്താ? ഓ മൈ ഗോഡ്. ഇവിടെ പോയതൊക്കെ എന്റെ അടുത്തോടെ കയറ്റിയത് ഇപ്പൊ ഇടയിലോട്ട് ഉണ്ടല്ലോ. പിന്നെ വാവ്, എന്തൊക്കെയാ കിട്ടിയത്? എന്തൊക്കെയാ? റബ്ബർ ബാൻഡ്സ്, കണ്ണ, ക്ലിപ്പ്. അതെ. ഓ എന്റെ അമ്മ കോളടിച്ചല്ലേ? കോളടിച്ചാ? ഉറക്കത്തിന്ന് എണിച്ചിട്ട് എന്ത് സന്തോഷമായി പോയി നോക്കിയേ. ഓ മൈ ഗോഡ് മാവും പറഞ്ഞോണ്ടിരിക്കല്ലേ. അതിഷ്ടായോ? വെക്കാട്ടെ നമുക്ക് ടാറ്റ പോകുമ്പോ. അച്ഛമ്മക്ക് താങ്ക് യു പറഞ്ഞോടാ. ഇവിടെ ഇങ്ങോട്ട് നോക്കി ഒരു മിനിറ്റ്. ഇത് ആരാണിത്? ഇങ്ങനെയാണോ വീട്ടില് UDC ആണ്? ബോളിവുഡ് ആക്ട്രസ് അമ്മ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോയതാ ഞാൻ. പക്ഷെ UDC ആക്കി വേണ്ടി നിർത്തി. അല്ല UDC ആണോ? അല്ല പറയൂ. നോ പറയൂ. ആണോടാ? UDC അല്ലല്ലേ നീ? അടിയിലോട്ട് നോക്ക. അടിയിലോട്ട് ഹാപ്പി മാത്രമേ ഉള്ളൂ. ജ്യൂസ് മുഴുവനാക്കട്ടെ ഞങ്ങൾ ഊരി കളഞ്ഞതാ വണ്ടി കയറണേ മുന്നേ അല്ലേ? ഇവിടെ അടിപൊളി. അങ്ങനെ നമ്മൾ നീണ്ട ട്രാവലിനൊടുവിൽ നമ്മൾ വീട്ടിലെത്തിയ കണ്ടേ. നമ്മളിവിടെ വെക്കട്ടെ, ഒന്ന് പ്രതിഷ്ഠിക്കട്ടെ ക്യാമറ. അങ്ങനെ നമ്മൾ നീണ്ട ട്രാവലിനൊടുവിൽ നമ്മൾ വീട്ടിലെത്തി. ടയേർഡായി എന്ന് പറഞ്ഞാൽ മതി, എത്രയും ടയേർഡായി. ഇനി എനിക്കൊന്ന് വാഷ്റൂം പോകണം, ഒന്ന് മെയിൽ കഴുകണം.
തല കുളിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കണം. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കുളിക്കാം. ഇത്തിരി എണ്ണയൊക്കെ ഇട്ടിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട്. അതോ ഞാൻ നാളെ കുളിക്കണം? വേണ്ട, ഇന്ന് തന്നെ കുളിച്ചേക്കാം. ഇന്ന് മേല് കഴിക്കിട്ട് നമുക്ക് നാളെ തല കുളിക്കാം, അതായിരിക്കും നല്ലത്. പക്ഷെ അപ്പോൾ കുറച്ച് എണ്ണ ഇടാം. ഇന്നിപ്പോൾ ആകെ ഇങ്ങനെ മുഷിഞ്ഞൊരു ഫീലിംഗ് കൊണ്ട് കുളിക്കാൻ വേണം. അങ്ങനെ മേലൊക്കെ കഴിയിട്ട് വരാം. ആകെ കച്ചറേൻ്റെ ഇടയിൽ കൂടി ആ ജ്യൂസ് മുഴുവൻ എൻ്റെ ഡ്രസ്സിലേക്ക് എടുത്ത് ഒഴിക്കുകയും ചെയ്ത് മൊത്തത്തിലൊരു സുഖമില്ല. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ട് നമുക്ക് പോട്ടെ. ബൈ. ഹലോ, വെൽക്കം. അമ്മോ, വെൽക്കം ടു ഡേ 2. ഡേ 2 അല്ലേ? വ്ളോഗ് തുടങ്ങിയിട്ടുള്ള ഡേ 2, നാട്ടിലുള്ള ഡേ 1. എവിടെ പോണേ നമ്മളിന്ന്? പറയൂ. കുളിക്കാൻ പോണല്ലേ? ടാറ്റ പോണത് എവിടെയാ? എവിടെയാ പോടാ. അപ്പൊ വെൽക്കം ടു ഡേ 2. ഞങ്ങൾ ഇന്നലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ ടയർഡായിരുന്നു. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ടയർഡ്നെസ് ഉണ്ടാവില്ലേ. അപ്പോൾ ഞങ്ങൾ നേരത്തെ കിടന്നുറങ്ങി. ഒരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കിടന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊന്നും ഇന്നലെ വ്ളോഗ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ലുലുവിലേക്ക് പോകാൻ വേണ്ടി പോകണം. ലുലുവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. അതായത് ഞാൻ അവിടെ പോയിട്ട് തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. ഇവിടെ ആകുമ്പോൾ നമുക്ക് ലുലു സെലിബ്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പോത്തേഴ്സ് ഉണ്ട്. എവിടെ നിന്നാണെങ്കിലും നല്ല രസമുള്ള പാർട്ടി വെയർ ഡ്രസ്സസ് കുട്ടികൾക്ക് കിട്ടുമല്ലോ. ഇവർക്ക് ആക്ച്വലി ബർത്ത്ഡേക്ക് ഡ്രസ്സ് ഉണ്ട്. സംഗീത് അല്ലെങ്കിൽ മധുരം കിള്ളലിനുള്ള ഡ്രസ്സാണ് അവൾക്ക് ഇല്ലാത്തത്. തീമാണ്, ബ്ലാക്ക് തീമാണ് കല്യാണത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എന്തായാലും ഇവിടെ വന്നിട്ട് എടുക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഇതർ ലുലു അല്ലെങ്കിൽ നമുക്ക് പോത്തീസിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഓൺ ദ വേ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ലുലുവിലൊക്കെ ഇന്ന് എൻഡ് ഓഫ് ദ സീസൺ സെയിൽ സ്റ്റാർട്ട് ചെയ്യണം, 4-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെ. അപ്പോൾ പിന്നെ എന്തായാലും ലുലുവിലൊന്ന് പോയിട്ട് കറങ്ങാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ടാണ് ഇന്നലത്തെ ക്ഷീണമൊക്കെ നമ്മൾ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് സെറ്റായി. ചൂടുണ്ട് ഇവിടെ. ഭാവി ഇങ്ങനെ കോഴിക്കുഞ്ഞിനെ മാതിരി നടക്കണം, നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് ഇവിടെ വന്നിട്ട്. നമുക്ക് നല്ല തണുപ്പല്ലോ ഇവിടെ ബാംഗ്ലൂരും. അത് ഈ സമയമാകുമ്പോൾ നല്ല തണുപ്പാണല്ലോ. അപ്പോൾ തണുപ്പത്ത് നിന്ന് ഈ ചൂടത്തേക്ക് വന്നിട്ട് അവളിങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ നനച്ചെടുത്ത കോഴീനെ മാതിരി ഇരിക്കുക അവള്. അപ്പോൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങി, നന്നായിട്ട് സൂപ്പറായിട്ട്. ഞങ്ങൾക്ക് 3 പേർക്കും പോയി കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ലെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉറങ്ങി എണീച്ച് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ എത്ര മണി? 10 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോർത്തു റെഡി ആയിട്ട് ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലുലുവിൽ പോയിട്ട് നമുക്ക് അവിടെ ഡ്രസ്സ് കിട്ടുമോ, ബാക്കി ആക്സസറീസ് കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അല്ല, റെഡിയാവാം, ടാറ്റ പോവാം. ഡാഡടുത്ത് നീക്കി പറയും. ഇവിടെ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്നിട്ട് എന്ത് പറ്റി? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. കാഷ്വൽ ഔട്ടിങ്ങിനല്ലേ പോണത്, ചൂടല്ലേ എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? ഏത് ഡ്രസ്സാ വേണ്ട? എടുത്ത് കാണിക്ക്. ഏതാ വേണ്ട നിനക്ക്? അപ്പൊ അവൾക്ക് ഈ ഡ്രസ്സ് വേണം. ഇതൊരു പാർട്ടി ഡ്രസ്സാണ്. എൻ്റെ ഫ്രണ്ട് അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ കൊടുത്തതാണ് കേട്ടോ. എപ്പോഴും ഭാഗവും. അപ്പൊ അവൾക്ക് ഇത് തന്നെ വേണമെന്ന്. ഇതാണ് ഇടണ്ടേ? എന്നാ പിന്നെ ഇതിടാ. അല്ലാണ്ട് സമ്മതിക്കാനല്ല, ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ചൂടെടുക്കും നിനക്ക് ഇതിട്ടാല്. എവിടെ കാണിച്ചേ? ഡ്രസ്സ് ഒന്ന് ഇട്ട് കറങ്ങി കാണിച്ചു കൊടുത്തേ ഫ്രണ്ട്. അങ്ങോട്ട് ബാക്കിലേക്ക് നീങ്ങ. ഓക്കെ ആയാ? ഇഷ്ടായ ബേബിക്ക്? ഇത് സമാധാനായി. ചന്തികളൊക്കെ നോക്കി എന്ത് പറയാ, ഈ ഡ്രസ്സ് വേണ്ടാന്ന്. എങ്ങനെ ഉണ്ട് നോക്കി. ഇത് ഓക്കെ ആണാ? മുടി കെട്ടി തരട്ടെ മമ്മേനെ? കെട്ടാം? പിന്നെ വേണ്ട, സുന്ദരിക്കോതെ ആയോ? ശരി. ഞാനിന്ന് ഭയങ്കര സാഡാണ്. ഏറ്റവും സ്കെയറിയസ്റ്റ് നൈറ്റ് മെയർ എന്ന് പറയില്ല, അതാണ് നടന്നേക്കണത്. നമ്മളെല്ലാ സാധനവും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഡ്രസ്സ്, ജ്വല്ലറീസ്, മേക്കപ്പ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കിരൺ എല്ലായിടത്തും വെച്ചതാണ്. ഈ വാവയുടെ വികൃതി കാരണം ജ്വല്ലറിയുടെ ബോക്സ് അങ്ങനെ തന്നെ നമ്മളടുത്ത് വീട്ടിൽ കളിക്കാൻ കൊണ്ട് മാറ്റി എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജ്വല്ലറീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ജ്വല്ലറീസ് തപ്പി നോക്കിയിട്ട് സാധനം എന്ത് ചെയ്തിട്ട് കാണാനില്ല. ഞാനും എൻ്റെ അടുത്ത് കിരണിൻ്റെ അടുത്ത് കുസ്തി പിടിക്കുക, എവിടെ എൻ്റെ സാധനം മര്യാദക്ക് എടുത്ത് പാക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കിരണിൻ്റെ അടുത്ത് ഒച്ചുണ്ടായിക്കൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഞാൻ ഒരു സേഫർ സൈഡിന് ഞാൻ കിരണിൻ്റെ അടുത്ത് ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ കിടപ്പുണ്ട്. എന്തൊരു കഷ്ടം നോക്കേ. അതായത് മധുരങ്ങളിലും കല്യാണത്തിനും ഒക്കെ വേണ്ടിയുള്ള ഈ ഡ്രസ്സസിൻ്റെ ജ്വല്ലറീസാണ് മിസ്പ്ലേസ് ആയിക്കണത് ഈ ഭാവ കാരണം. എനിക്കാണെങ്കിൽ രാവിലെ എൻ്റെ മൂഡ് പോയി. അതുകൊണ്ട് എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. 3-4 ദിവസത്തെ പരിപാടികൾക്കുള്ള ദൈവമേ, എനിക്കാണെങ്കിൽ കലി വരണുണ്ടോ? കലി വന്നിട്ട് കാര്യവുമില്ല, അങ്ങനത്തെ അവസ്ഥയില്ലേ. എന്താ ചെയ്യാ, കൂന്ന പിടിക്കാൻ.
അപ്പൊ ഇനിയിപ്പോ എന്തായാലും ലുലുവിലേക്ക് പോകണമുണ്ട്. ഞങ്ങൾക്ക് രണ്ടിടത്ത് കിരൺ വാങ്ങിച്ചു തന്ന മര്യാദയ്ക്ക് കിരണാണ് അത് എടുത്ത് വെക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കണേന്ന്. അപ്പോഴാണ് വാവയാണ് ഡോറിൻ്റെ ഇടയിൽ കിടക്കാന്ന് പറയുമ്പോൾ എന്തായാലും വാവയായിരിക്കുമല്ലോ. എന്തൊരു കഷ്ടമാണ് നോക്കി. എനിക്കാണെങ്കിൽ സങ്കടം. അപ്പം നല്ല രസമുള്ള ജ്വല്ലറീസ് മാച്ചിങ് ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അത് തന്നെ വാങ്ങിക്കണ്ടേ, അതാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ആവശ്യമില്ലാണ്ട് ഈ സാധനം ഉള്ളതുപോലത്തെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരണമല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ കഷ്ടപ്പാട്. പിന്നെ ഭാഗ്യത്തിന് ഇന്ന് റിയലൈസ് ചെയ്തെന്ന് നന്നായി. നാളെ റിയലൈസ് ചെയ്തെന്ന് ഞാൻ എന്ത് ചെയ്തേനെ ദൈവമേ. എല്ലാ പരിപാടിക്കും ഈ ഒരു പേള് കമ്മലിട്ടിട്ട് ഞാൻ പോകേണ്ടി വന്നേനെ. എന്തൊരു അവസ്ഥ നോക്കി. എനിക്ക് അങ്ങോട്ട് സങ്കടമായിട്ടും വയ്യ. ഇനിയിപ്പോൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. എനിവേസ് നമ്മളിപ്പോൾ ലുലുവിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ലുലു ഫാഷൻ സ്റ്റോർ ഒന്ന് അടിച്ച് പെറുക്കാം. പക്ഷേ എനിക്ക് കുറേ നാളിട്ട് ലുലു ഫാഷൻ സ്റ്റോറിൻ്റെ ജ്വല്ലറീസ് ഒന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അടിപൊളിയായിട്ട് തോന്നാറില്ല. പണ്ടൊക്കെ നല്ലത് കിട്ടുമായിരുന്നു. ഒത്തിരി ജ്വല്ലറീസ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ലുലു സ്റ്റോറിൻ്റെ ഹോൾ വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്, ജ്വല്ലറി ഹോൾ പണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും കാണാറില്ല. അതാണ് എൻ്റെ ടെൻഷൻ. അല്ലെങ്കിൽ വല്ല ഗുഡ് വില്ലോട്ടൊക്കെ പോകേണ്ടി വരും. നോക്കാം. അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കണം. അവൾ നേരത്തെ ഇട്ട ഡ്രസ്സും വേറെ ഡ്രസ്സ് മാറ്റി വെച്ചാൽ എനിക്ക് ആ ഡ്രസ്സ് അതിട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഓവറായിട്ട് തോന്നി. ജസ്റ്റ് നമ്മൾ വെറുതെ ഷോപ്പിങ്ങിന് പോകണമല്ലോ, അതിന് ഇങ്ങനെ പാർട്ടി ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടെന്നിട്ട് പിന്നെ ഞാൻ വേറൊരു ഡ്രസ്സ് അവളെ കൺവിൻസ് ഇടിയിച്ചിട്ടുണ്ട്. അവളെന്തോ ഭാഗ്യത്തിന് ഞാൻ ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളത് കൺവിൻസ് ആവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ താഴത്ത് പോയിട്ട് കാണിച്ചിട്ട് അവളുടെ ഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒരു വെറുതെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്ലാക്ക് ഡെനിമും ഈ ഒരു ലെപ്പേർഡ് പ്രിന്റ് ടോപ്പുമാണ് ഇട്ടേക്കണത്. അത്രേ ഉള്ളൂ. ഞാൻ ഇനി വേഗം റെഡി ആവട്ടെ. പക്ഷെ എന്തൊരു കഷ്ടം, മൂഡ് ഓഫ് ആയിനെ. എന്ത് കഷ്ടം. ബേബിയുടെ ഡ്രസ്സ് കാണിച്ചു കൊടുത്തേ. ഇപ്പൊ മാറ്റിയ ഡ്രസ്സ്. ഓ മൈ ഗാഡ്, സോ പ്രിട്ടി. സോ പ്രിട്ടി. തലയിൽ എത്ര ക്ലിപ്സാന്ന് നോക്കി നമ്മൾ വെച്ചേക്കണേ അല്ലേ. കൊറേ ബട്ടർഫ്ലൈസ്. ഇത് പിങ്ക് ചേച്ചി കൊണ്ടുവന്ന ഡ്രസ്സാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട്. ഇപ്പോഴും അവന് ലൂസാണ് കേട്ടോ. ഇത് എപ്പോ കൊണ്ടുവന്ന ഡ്രസ്സാന്നറിയോ? പോവാം, എൻ്റെ അച്ഛൻ പോവാം. ഹലോ അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മള് ലുലുവിലേക്ക് പോവാണ്. ഇവിടെ ഒരാള് പച്ചപ്പരിഷ്കരിട്ടിരിക്കാൻ നോക്കി. ഇന്നലെ അമ്മ കൊടുത്ത അതെ കണ്ണാടിയൊക്കെ വെച്ച് ശരിടാ പോവാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കാണ്. നമ്മള് വണ്ടിയിലൊക്കെ കേറി. ഇപ്പൊ എത്ര മണിയായി? 10:30 കഴിയുമ്പോ ഇറങ്ങണം വിചാരിച്ചാണ്. ഇപ്പൊ 11:30 ആവണോ. എനിക്കാണ് ഒരു കുറച്ച് നാൾ കഴിയുമ്പോ ഇവിടെ തന്നെ വ്ളോഗ് ചെയ്യണം അല്ലേ പിന്നെ. ഉണ്ടോ ശരിയാട്ടാ കേക്കുന്നുണ്ടല്ലോ അല്ലേ. ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ നമ്മൾ ലുലുവിലേക്ക് പോവാണ്. ലുലുവിൽ നല്ല അടിപൊളി ഓഫേഴ്സ് ഉണ്ടാവുന്ന നമ്മുടെ പ്രതീക്ഷ. സോ ലെറ്റ്സ് ഗോ ടു ലുലു. യെസ്, നമ്മളങ്ങനെ ലുലുവിലെത്തി. ഈ പൊടിച്ചീനത് ഞാൻ ഈ ക്യാരിയറിൻ്റെ അത് ഇരുത്തിയേക്കാണ് കേട്ടോ. ഇത് ഞാൻ മറ്റേ ബാലിയിൽ പോയപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഈ ക്യാരിയർ അവിടെ നിന്ന്. ഇത് ലവ് ലാപ്പിൻ്റെ ക്യാരിയറാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഫുള്ള് ബെൽറ്റും ഉണ്ട്, സീറ്റും ഉണ്ട് കേട്ടോ. നല്ല കൺവീനിയൻ്റ് ആണ്. ഞാൻ കാണിച്ചു തരാട്ടെ. കാണിച്ചു തരാമെന്ന് വിചാരിക്കും എപ്പോഴും വിട്ടുമ്പോൾ. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകും. കുഞ്ചമ്മ എന്ത് വാങ്ങാൻ പോവാ? ആണോ? ഡ്രസ്സല്ലേ? നമ്മള് ഇവിടെ ഫാഷൻ സ്റ്റോറിലാണ് വന്നേക്കണം കേട്ടോ. ആദ്യം തന്നെ ജ്വല്ലറി തപ്പിപ്പോവാം. ജ്വല്ലറി ആണല്ലോ നമുക്ക് ആദ്യം വേണ്ടത്. കുഴപ്പമില്ല. നമുക്ക് 135 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അല്ല 125 ഉള്ളൂ. എൻ്റെ ഡ്രസ്സിന് മാച്ച് ആവുമെന്നാണ് അറിയില്ലാത്തത്. എനിക്ക് തോന്നണു എൻ്റെ ഡ്രസ്സിന് ഈ കമ്മൽ ഓക്കെ ആണെന്ന് തോന്നുന്നത്. ദിസ് വൺ ബ്ലാക്ക് മോസ്റ്റ്ലി അത് ഞാൻ
365 റുപ്പീസ് എന്നാണത്. ഇത് കുഴപ്പമില്ല ഈ ഏരിയ. തപ്പട്ടെ, ഈ ഒരു ഏരിയ എന്നുണ്ടല്ലോ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കുറേ കമ്മൽ കിട്ടിയിട്ടാവും. ഇതിനൊക്കെ 49 റുപ്പീസുള്ളൂ. ഇതിനെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസം ഇങ്ങനത്തെ സ്റ്റോൺസ് വരുന്ന കമ്മലുണ്ടല്ലോ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ. അതൊക്കെ 49 റുപ്പീസുള്ളൂ ഈ ഒരു സെക്ഷൻ മാത്രം. നമ്മളിവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിച്ചു. ശ്രീജയും ഹരിയും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. നമ്മൾ യൂഷ്വൽ നാട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം സബ്സ്ക്രൈബേഴ്സ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ വന്ന് സംസാരിച്ചത്. ഞാൻ ആകെ ഇത്രയും സാധനമേ എടുത്തുള്ളൂ അല്ല ഏട്ടാ. ഏട്ടൻ എല്ലാത്തിനും ബില്ലടിക്കും ഇപ്പോൾ. ഇതെല്ലാം ഓഫറാണ് കേട്ടോ. ഞാൻ എല്ലാത്തിനും റേറ്റ് കാണിച്ചു തരാതെ. എല്ലാം ഓഫറിന് കിട്ടിയത് ഇത് മുഴുവനും. ടോയ്സിനും എല്ലാത്തിനും ഇവിടെ ഓഫറാണ് കേട്ടോ. അതേ ഉണ്ട് സോഫ്റ്റ് ടോയ്സിനൊക്കെ 25% ഓഫ്, ചെരുപ്പിനകത്ത് ഫ്ലാറ്റ് 20% ഓഫറാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഭയങ്കര തിരക്കുണ്ട് ഇവിടെ. അതെ എല്ലാത്തിനും ഓഫറാണ് ഇവിടെ മൊത്തം. അവിടെ നല്ല തിരക്കാണ് കണ്ടാ. ഏട്ടൻ വാവയ്ക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഏട്ടാ. ഇവിടെ നമുക്ക് കിട്ടിയ ബ്ലാക്ക് ഒന്ന് കാണിച്ചേ. 20 മതിയാവും അവൾക്ക്. ഇതേ നല്ല ഡ്രസ്സല്ലേ, കളയല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല രസമുള്ള കോഡ് സെറ്റ് നോക്കി നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായിട്ടാ. പക്ഷെ ഇതിന് സൈസില്ല. ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാൻ. കുറേ നല്ല നല്ല ഫ്രോക്സ് ഉണ്ട് കേട്ടോ. നിറയെ ഉണ്ട് കാണാൻ. അതൊക്കെ ചേട്ടന്മാരുടെയാ. ഹലോ, ഞങ്ങള് ബൂബൂനും ഉണ്ണിക്കുട്ടിക്കും അത്യാവശ്യം ഡ്രസ്സസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഏട്ടന് ജസ്റ്റ് ഒന്ന് ഏട്ടാ ഇവിടെ എന്തോ ഫ്ലാറ്റ് 20 ഏട്ടാ ഇവിടെ ഫ്ലാറ്റ് 50%. ഇവിടെ പൂമയ്ക്കൊക്കെ ഫ്ലാറ്റ് 50%. നമ്മൾ വേറെ കുറച്ച് ഏട്ടനും കൂടി ഡ്രസ്സ് നോക്കുക. ഷൂ വേണ്ടല്ലേ? അയ്യോ സോറി, നേരത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഷൂസ് അല്ല ഏട്ടന് മെൻസ് വെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട. പിന്നെ മെൻസ് വെയർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാള് കച്ചറാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വികൃതി എടുപ്പിൻ്റെ അത് ലോക്ക് ചെയ്ത് പിടിച്ചേക്കുക. സൈക്കിളിനൊക്കെ ഓഫർ ഉണ്ട് അല്ലേ? സൈക്കിൾ പക്ഷെ നമുക്ക് വേണ്ടല്ലോ. ഇവനോ പക്ഷെ അങ്ങനെ കൊണ്ടുപോകും. എല്ലാത്തിനും ഓഫർ ഉണ്ട് ഇവിടെ. ഭയങ്കര ഓഫർ. 3 ദിവസത്തേക്ക് പൊരിഞ്ഞ ഓഫർ അല്ലേ? 3 അല്ല 4 ദിവസത്തേക്ക്. കുറച്ച് തിരക്കാണ് കേട്ടോ. ഞങ്ങള് ആക്ച്വലി വന്നപ്പോൾ ഓർത്തു നമ്മൾ രാവിലെ ഇറങ്ങാം, തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, വർക്കിംഗ് ഡേ അല്ലേ, എല്ലാവരും ഓഫീസിൽ പോയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാവരും എനിക്കൊണ്ട് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നേക്കണതാണ്. ലീവ് എടുത്ത് ലുലുവിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. ഭയങ്കര ഓഫർ ഉണ്ട് കേട്ടോ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ആൾക്കാർ ലീവ് എടുത്തിട്ട് വന്നാൽ കൂടി അടിപൊളി ബാഗുകൾക്കൊക്കെ അടിപൊളി ഓഫേഴ്സാണ്. ഉണ്ടാ 60% ഫ്ലാറ്റ് 60% ഓഫേഴ്സും അങ്ങനെ കുറേ ഭയങ്കര ഓഫേഴ്സാണ്. 21,000 രൂപയുടെ ബാഗൊക്കെ 6,000 സംതിങ് രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഓഫറാണ്. നല്ല വിൻ്റർ വെയർ നൈറ്റ് ഡ്രസ്സൊക്കെ നല്ല രസമുള്ളതുണ്ട് കേട്ടോ. കുട്ടികൾക്ക് നല്ല ഭംഗിയുണ്ട്. എങ്ങനെയുണ്ട്? 2 to 3 years. എത്ര രൂപ അതിന്? എനിക്ക് എന്താണെന്നറിയില്ല. ഇങ്ങനത്തെ ബേസിക് അല്ലേ വെറുതെ പ്ലെയിൻ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഓൾറെഡി ആൾക്ക് എടുത്തിട്ടുണ്ട് ഒരു കട. ഇതിൻ്റെ പല കളേഴ്സും ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അവൾക്കൊരു ഡാർക്ക് ബ്ലൂ ആണ് എടുത്തേക്കണം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി കളേഴ്സ് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. എനിക്ക് കണ്ടിട്ട് കൊതിയാണ്. പക്ഷേ പിള്ളേർക്ക് കുറച്ച് പ്രിൻ്റൊക്കെ ഉള്ളതല്ലേ ഭംഗി, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്ത് പിടിച്ചേക്ക്. റെഡൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നിറയെ ഫ്രോക്സ് ഉണ്ട് കേട്ടോ. ഈ സെക്ഷനിൽ ഇതിനൊന്നും ഓഫറില്ല. നമ്മൾ ഓഫർ നോക്കിയിട്ടാണ് എടുക്കുന്നത്. നോക്ക് എടുക്കണ്ട. എടുത്തിട്ടുണ്ട്, ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. വാ, അതെടുത്തിട്ടുണ്ട്. വാ, മതി വാ. അവള് നമ്മളെയും അയ്യോ അത് വെച്ചിട്ട് വാ. വെക്ക് നമ്മളെയും വെട്ടണ ഷോപ്പ് ഹോളിക്കാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് വാ. ബാ. ഹലോ, വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരൂ. പേര് പറഞ്ഞോളൂ. അജീഷ. ഞാൻ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്. ചേച്ചിയുടെ അലോപേഷ്യയുടെ വീഡിയോ കണ്ടപ്പോഴേക്കും ഭയങ്കര ഫാനായി പോയി. ഞാൻ പറയാം അജീഷ മുടി നല്ല രസമുണ്ട് കിടക്കണം വേണ്ടിയിട്ട്. ഞാൻ ഇതിന്റെ ഫാൻ. താങ്ക് യു സോ മച്ച് വന്ന് സംസാരിച്ചു. താങ്ക് യു. ഇതിന്റെ ഇടയിൽ ഞാൻ പോവില്ല. ഇതിൻ്റെ ഇടയിൽ 2 പേരും കൂടി വന്ന് സംസാരിച്ചിട്ടോ. പക്ഷെ പെട്ടെന്ന് അവർ വന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയോണ്ടെങ്കിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ആൾക്കാർ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ റിയലി സോറി ഇട്ടാ. എനിക്ക് പെട്ടെന്ന് തിരക്കിനിടെ മാവിനെ പിടിച്ചോണ്ടിരിക്കണായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്നപ്പാ വീചിരുമ്പിച്ചാ നീ തിരക്കേണ്ടത്. എങ്ങനെയുണ്ട്? തിരക്കുണ്ടോ? നിറച്ച് തിരക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ വീക്കെൻഡിന് വരണതിനേക്കാളും തിരക്കാണെന്നുള്ളതാണ് അതിനേക്കാളും വലിയ സംഭവം. ഓഫേഴ്സ് ഉണ്ട്. അതാണ് എനിക്കാണ് ആൾക്കാരൊക്കെ വന്നേക്കണല്ലോ കേട്ടോ.
ഇപ്പം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓഫർ ചെയ്യാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് ഹോൾ വീഡിയോ ഇടേണ്ടി വരുന്നോളൂ മിക്കവാറും. ഹോൾ വീഡിയോ ഇടേണ്ടി വരുമെന്ന് മിക്കവാറും. അത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതിനോടൊക്കെ നല്ല ഓഫേഴ്സാണ്. നമ്മൾ വാങ്ങിച്ച ഏതാണ് സാധനം ഏട്ടാ വാങ്ങിയില്ലല്ലോ. നമ്മളുടെ ബിൽ ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ. ഹലോ, ഇപ്പം ഞാനും വാവയും കൂടി ഫുഡ് കോർട്ടിൽ പോവാണ്. കിരൺ നമ്മൾ വാങ്ങിച്ച കവറുകൾ 3-4 കവറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ കിരൺ പോയിട്ട് വരുന്ന സമയത്തിനുള്ളിൽ ഭയങ്കര തിരക്കാട്ടോ. നമ്മളോർത്ത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണില്ലെന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര തിരക്ക് കാരണം ഹായ് എടുത്തോട്ടെ. ഹായ്, ഞങ്ങൾ ബില്ലിംഗ് കൗണ്ടറിൽ വെച്ച് ഹൈ വലിച്ചിട്ടുണ്ടെന്നല്ലേ. എന്നോட പേരെന്താ? എന്ത് ചെയ്യണു? ആണോ? താങ്ക് യു. ഒന്ന് ഹായ് പറഞ്ഞതിനും സംസാരിച്ചു. ബൈഡാ. അപ്പോൾ ഞങ്ങൾ എന്തിട്ടാണ് അപ്പോൾ ഇവിടെ തിരക്കുണ്ടാവില്ല വർക്കിംഗ് ഡേ അല്ലെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഈ സെയിലിൻ്റെ സമയത്തായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ ചില കവർ വെച്ചിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ഫുഡ് കോർട്ടിൻ്റെ സിറ്റുവേഷൻ എന്താ നോക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലുലുവിൻ്റെ എല്ലാത്തിനും ഉണ്ട് ഓഫേഴ്സ്. ബാക്കിയുള്ള സ്റ്റോഴ്സിനൊന്നും ഓഫേഴ്സ് ഒന്നുമില്ല. ലുലു ഫാഷൻ കണക്ട്, ലുലു സൂപ്പർ മാർക്കറ്റ്, അതിനൊക്കെയാണ് ഇവിടെ ഓഫേഴ്സ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നോക്കാം, നമുക്ക് എന്തായാലും ഇനി ഫുഡ് കോർട്ടിൽ പോയിട്ട് അവിടുത്തെ അവസ്ഥ നോക്കാം. എൻ്റെ വിശക്കുണ്ടോ? വിശക്കുന്നുണ്ടെന്ന് അല്ലേ? അപ്പോൾ കഴിക്കാട്ടോ. നമ്മൾ ഫൈനലി റിലാക്സിൽ കയറാമെന്ന് തീരുമാനിച്ചു. ബിക്കോസ് ഇവിടെ തിരക്കില്ല. നമ്മളിവിടെ റിലാക്സിൽ കയറാൻ വേണ്ടി പോകാം. അവിടെ ആടെ വന്നിട്ട് നമുക്ക് പോകട്ടെ. എൻ്റെ അമ്മയെ ഫൺ സിറ്റിയിലോട്ടൊക്കെ പോകണമെന്നാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി റിലാക്സിലൊക്കെ കയറുന്നത് ബിക്കോസ് ഇവിടെ അധികം തിരക്കില്ല. അത് നല്ലതാണെന്ന് തോന്നുന്നത്. ഇവിടുത്തെ റിലാക്സ് അല്ല, വേറെ റിലാക്സിലാണ് ഞാൻ പോയിട്ടുള്ളത്. നിങ്ങൾ ഇവിടുത്തെ റിലാക്സിൽ പണ്ടങ്ങാണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കിരൺ ഇപ്പം തന്നെ വരും. കവേഴ്സ് ബാഗ് ഡെപ്പോസിറ്റിൽ കൊടുത്തിട്ട് വരും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഇവിടെ കളർ കെമിസ്ട്രിയുടെ ഒക്കെ വലിയ ആഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, സർപ്രൈസിംഗ് നാച്ചുറൽ എന്നൊക്കെ പറഞ്ഞിട്ട്. കണ്ണു, നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? അത് ഓർഡർ ചെയ്യാൻ പോണത്. പറ. ആളിനോട് ഇപ്പൊ പറഞ്ഞോ? പറയടാ. അറിയില്ല. നീ നോക്കിട്ട് എന്താ പറയാൻ വേണ്ടി എന്താ പറയാ? പിന്നെ വേറെന്താ? സിസിലിംഗ് അറേബ്യൻ ചിക്കൻ. ഇത്രയും കൂടിയാണ് നമ്മൾ പറയണത്. നമ്മൾ അറേബ്യൻ റൈസും റൈസ് ബോള് വരട്ടെ. അവയ്ക്ക് അത് ഓർഡർ ചെയ്യാൻ വന്നിട്ടില്ല. ഇവൾക്കും കൂടി കൊടുക്കാനാണ് പാപ്പ. അവൾക്ക് വിശക്കുണ്ട് അല്ലേ? വിശക്കുണ്ടാ? ഓ, മതിച്ച് വാഴയാണ് അവള്. തര വാട്ടത്തര. അറേബ്യൻ ചിക്കൻ ഒരു പച്ച വെള്ളത്തിന്റെ എക്സ്പ്രഷൻ ആയിട്ടത്. ഇവിടെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. വാവയ്ക്ക് 1-2 പാർട്ടി ഡ്രസ്സസ് ഒക്കെ കിട്ടി. നമ്മൾ സ്പെഷ്യൽ ഒക്കേഷൻ ഡ്രസ്സസ്, കാഷ്വൽ ഫ്രോക്സ്. മുന്നിക്കുട്ടിക്ക് 4 ട്രൗസേഴ്സ് വാങ്ങിച്ചായിരുന്നു. അതിനൊക്കെ 50% ഓഫ്. രണ്ടെണ്ണം എടുക്കുവാണെങ്കിൽ 50% അങ്ങനെ കുറേ അത്യാവശ്യം. ഫോർക്കുണ്ട അത്യാവശ്യം നല്ല നല്ല അല്ല ഏട്ടാ, നല്ല ഓഫേഴ്സിന് കിട്ടിയല്ലേ സാധനങ്ങളൊക്കെ. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഈവൻ ജ്വല്ലറീസ് ഒക്കെ 50 രൂപയ്ക്ക് കിട്ടിയേട്ടാ. ഏട്ടാ ചിരിക്കണം. 459 അങ്ങനെ 500 റുപ്പീസ് ഒക്കെ കമ്മലാണെങ്കിൽ 49 റുപ്പീസ് കിട്ടണം. അത് ഞാൻ കൊണ്ട് കുറേ കളേഴ്സൊക്കെ വാരി എടുത്തു. 49 രൂപയ്ക്ക് എന്തായാലും അങ്ങനത്തെ സ്റ്റോൺ വെച്ചത് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒന്ന് കറങ്ങിയത്. കുറേ നാളെ നമ്മൾ ലുലുലു വന്നിട്ട് വെറുതെ കുറേ നാളെ ലുലുലു വന്നിട്ട്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് വീട്ടിൽ പോകാനുണ്ട്. നമ്മുടെ മട്ടഞ്ചേരി വീട്ടിൽ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരും. എന്നാൽ നമ്മൾ ഇന്നത്തെ പ്ലാൻ. കുറുമ്പ് കാണിക്കുകയാണോ? ആ കുറുമ്പ് കാണിക്കല്ലേ കേട്ടോ. ഇത് അഫ്ഗാനി റൈസ്, ഇത് അറേബ്യൻ ഗ്രിൽഡ് ചിക്കൻ അല്ലേ? ആ അതന്നെ. ഏട്ടന്റെ
എന്നിട്ട് വീൽ ചോപ്സ് റൈസ് ബോൾ ആൻഡ് ഏതാണ് സംഭവങ്ങൾ. നമുക്കിവിടെ ആദ്യം തന്നെ മറ്റേ ജാക്ക് ഫ്രൂട്ട് ഷേക്ക് വന്നു, പക്ഷെ ഞങ്ങളത് കുടിച്ച് തീർത്തു കേട്ടോ. വി വർ വെരി ഹംഗ്രി. എടാ എന്ത് അവനിവിടെ പ്ലേ ഏരിയയിൽ വന്നിട്ട്, പ്ലേ ഏരിയയില്ല ഫൺ സിറ്റിയിൽ വന്നിട്ട് എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറഞ്ഞോണ്ട് നിൽക്കാണ്. ഏട്ടാ ഓടണവൻ ഡാൻസ് കളിക്കാൻ വന്നതാ നീ. അവന് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറുന്ന സമയം മുതലേ ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ ഇവനെ കളിക്കാനൊന്നും ഇതിൻ്റെ അകത്തൊന്നും ആയിട്ടില്ലല്ലോ, ഭയങ്കര കുഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറ്റിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അല്ലാണ്ട് അവൻ കയറാനൊന്നും പോണില്ല, കുഞ്ഞു ആവല്ലേ, ടൂ യങ് ആണല്ലോ ഫോർ ദിസ് ക്രേസി സ്റ്റഫ്സ്. എന്തേ എന്തിനാ ഒച്ച കേട്ടിട്ട് പേടിച്ചു പോയി അവള് അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഭയങ്കര വീരേശ്വര പരാക്രമത്വം കാണിച്ച് കയറിയതാണ്. ഈ ഒച്ച കേട്ടിട്ട് പേടിച്ചു പോയി. യെസ്, ഞങ്ങള് അവിടെ വെറുതെ കറങ്ങി നടന്നു. അവൾക്കത് ഒച്ച കണ്ട് പേടിച്ച് പിന്നെ വേറെ ഒന്നിനും പോയില്ല. ഇനി ഞങ്ങള് കണക്റ്റിൽ എന്തൊക്കെ ഓഫർ ഉണ്ട് എടുത്ത് നോക്കാൻ വേണ്ടി പോവാട്ടോ. കണക്റ്റിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണക്ട് നോക്കാം. ഇവിടെയൊക്കെ ഫ്ലാറ്റ് 50%, അപ് ടു 50% ഒക്കെ നമുക്ക് നോക്കാം. 80,000 രൂപയുടെ ഡീലിക്കാകെ 35,000 രൂപ ഉള്ളൂ. 36 കണ്ടോ, ഫുള്ളും ഓഫേഴ്സാണ് ഇവിടെ. 70,000 രൂപയുടെ സാധനത്തിനൊക്കെ 38. എല്ലാത്തിനും ഭയങ്കര ഓഫേഴ്സൊക്കെയാണ്. എന്തൊക്കെയോ ബ്രാൻഡുകൾക്കൊക്കെ ഭയങ്കര ഓഫേഴ്സാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഡിജിറ്റൽ എയർ ഫ്രയർ കേട്ടോ. ഈ പ്രസ്റ്റീജിന്റെ ഇതിനിവിടെ ഇതിലേക്ക് അറൌണ്ട് 8,000 റുപ്പീസ് ആയിരുന്നു. 3,200 ഉള്ളൂ. നമ്മൾ എത്ര രൂപ എടുക്കേണ്ടത് വാങ്ങിയത്? 3,500 ആണ് നമ്മൾ വാങ്ങിയത്. നല്ല സാധനമാണ്. പ്രസ്റ്റീജ് അല്ല, PJ ആണ് കേട്ടോ. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. ലാപ്ടോപ്പിനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഓഫേഴ്സ് കേട്ടോ. ടിവിയാ, ലാപ്ടോപ്പിനൊക്കെ ഭയങ്കര ഓഫർ. ഓക്കെ, ഇവിടെ കണ്ടോ നല്ല ഭംഗിയുള്ള മിററുകൾ. എത്ര രൂപ നോക്കേട്ടാ? നല്ല ഭംഗിയുണ്ട്. എത്ര? 90 രൂപ. ആണോ? നൈസോ. ഇവിടെ ഒരാൾ ഉറങ്ങി കണ്ടോ. ഉറക്കം വരണോടാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉറക്കം വരണം പറഞ്ഞു. ഞാൻ മോനെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഉറങ്ങിപ്പോയി. ഇത്രയും അനുസരണ ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇവിടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ്സിനൊക്കെ 599 ഉള്ളൂ. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മളുടെ 6.2 to 6.5 അങ്ങനെ എന്താണ്. പക്ഷെ ഇതിന് മെഷർമെന്റ് ഇത് കുറവാണ്, സൈസ് കുറവായതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത്രയും 600 റുപ്പീസിന് എവിടെ നിന്നാണ് നമുക്ക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് കിട്ടുന്നത്? കണ്ടോ, ഇവിടെ കിരൺ സൈസ് നോക്കിക്കൊണ്ടിരിക്കണം, അവിടെ ചെക്ക് ചെയ്യണം. ഞങ്ങളുടെ ഷോപ്പിങ്ങും നടത്തമൊക്കെ അവസാനിപ്പിച്ചു. ഇപ്പോഴത്തേ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ട് ലുലു ഫാഷൻ സ്റ്റോറിന് അവിടെ തന്നെ കിരൺ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാഗ്. അപ്പം അത് വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലുലുവിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അവിടെ ഉള്ളൊരു പെറ്റ് ഷോപ്പാണ് കേട്ടോ. അവിടെ ഉള്ള വലിയ അടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഒന്നും അറിയുന്നില്ല, കണ്ണടച്ചത് നിങ്ങളൊക്കെ ഉണ്ടോ. ബാക്കി എല്ലാവരും അവിടെ ഭയങ്കര ബിസിയാണ്. ഇങ്ങനെ ഭയങ്കര ഫുഡ് അടിയാണ്, പിടിച്ചു വെച്ചത് കഴിക്കാണ് കേട്ടോ. കാന്താരി സാധനം കണ്ടോ. മീമിയൊക്കെ ഉണ്ട്, മീമിയുടെ എൻ്റെ അമ്മ വലുത്, വലുത്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമായ. ഭയങ്കര തിരക്കിലായി ഇപ്പോഴും. അങ്ങനെ ഇന്നത്തെ ലുലു അരിച്ചു പറക്കൽ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. മോസ്റ്റ്ലി നമ്മൾ വീട്ടിൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഹോൾ വീഡിയോ ഇടാവേ. ബിക്കോസ് ഹോൾ വീഡിയോക്ക് കാണിക്കാനുള്ള സാധനങ്ങളുണ്ട്. നല്ല ഉറക്കമാണ്, ആൾ അറിയണേ ഇല്ല. എനിക്കാണ് ആദ്യം ഓടി ഒന്നും നടന്നില്ലല്ലോ അല്ലേ ഏട്ടാ. പക്ഷെ എന്ത് ഇത്ര ക്ഷീണം അവൾക്ക്? അവൾ ഉറങ്ങണ സമയമൊക്കെ ആയി, അതാണ് കാര്യം. ഓട്ടാ. ഞങ്ങൾ അങ്ങനെ വണ്ടി ഓടിച്ച് കൊണ്ടുതന്നെ എത്തി. നമ്മുടെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. വാവ ഉറങ്ങി നീറ്റു. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. അയ്യോ എൻ്റെ അമ്മ ടയർഡായി, പരിപ്പിളകിയതാണ് അതിൽ ലുലു പോയിട്ടല്ലേടാ. വാവ ഉറങ്ങി നീറ്റിട്ടല്ലേ സുന്ദരി? എന്റെ ചായ തരുമോ? ഞാൻ ഇറങ്ങാം, അല്ലെങ്കിൽ പുറത്തേക്ക് വെയിറ്റ് ചെയ്യും. നമ്മള് പ്രകൃതി രമണി ആസ്വദിക്കാൻ പുറത്തിറങ്ങിയാലേ. അപ്പോൾ പ്രകൃതി നടുവ് നിർത്താൻ വേണ്ടിയാണ്. എൻ്റെ കയ്യിൽ പൊടിച്ചിരുന്ന് നടുവൊരു ഇഞ്ച പരിവായി.
അപ്പോൾ നമ്മൾ അപ്പൊ അങ്ങനെ നമ്മള് ചായ കുടിക്കാൻ വേണ്ടി ചായയുടെ കപ്പിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സാധനം ഫോണ് ചാരി വെച്ചത്. കൊള്ളാം, നല്ല നല്ല പാല്, നല്ല പഞ്ചസാര. രണ്ടുപേരും കൂടി കൊഞ്ചാണ് അവിടെ. ഓക്കെ, നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു അല്ലേ? അതെ, ഇനി നമുക്ക് പോവാം, നമുക്ക് വീട്ടിൽ പോവാം. ഒന്ന് ഇറങ്ങി പുറത്തത്തെ ശുദ്ധവായു ഒക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സുഖം. കൊച്ചിയിലെ മണം കിട്ടിയപ്പോഴേക്കും ഒരു പ്രത്യേക സുഖം അല്ലേടാ? ടയർഡായോടാ? ഇല്ല, പോവാം. ഹലോ, പഴയത്. ഹലോ, നമ്മള് വീട്ടിലെത്തി. എടാ ചെരുപ്പ് ഊരുണ്ടടാ, നമ്മളിപ്പോ തന്നെ പോവും. ചെരുപ്പ് ഊരുണ്ടാ? അവൻ ഭയങ്കര ആദ്യം എഴുതിയ. യെസ്, നമ്മള് 3 പേരും കൂടി വന്നിട്ടുണ്ടേ. കുറച്ച് കാര്യത്തിന് വന്നതാണ്. അതിൻ്റെ കൂടെ എൻ്റെ എല്ലാ മുടിയും കൊള്ളുന്നൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ട് പോയി. അതെന്തായാലും എടുത്തിട്ട് പോകണം. പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് വന്നതാ. അപ്പോൾ അത് അപ്പം എടുക്കട്ടെ. ഓക്കെ, അങ്ങനെ കുറേ നേരത്തെ തപ്പലിനൊടുവിൽ എൻ്റെ ക്ലിപ്പ് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ക്ലിപ്പ് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ എൻ്റെ ക്ലിപ്പ് തപ്പ് എടുത്തിട്ട് ഭയങ്കര സന്തോഷമായി. എന്ത് സാഡായെന്ന് അറിയാം ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഇതുകൊണ്ട് ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നമുക്ക് പോവാം. ഭയങ്കര ചൂടിട്ടോ, മഴ പെയ്യാൻ വേണ്ടി പോണം. മഴ കിടപ്പണത് വേർത്ത് കുളിച്ചൂല്ലേ? കണപ്പനെ നോക്കി കണപ്പം വേർത്ത് അട്ടക്കുഞ്ഞായി. ഇനി നമുക്ക് പയ്യിറങ്ങാം അല്ലേട്ടാ? ഇറങ്ങാം. ഹലോ, നമ്മള് വെക്കാം. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. എന്തൊരു ചൂടാന്നറിയോ, ഭയങ്കര ചൂടാണ്. ആക്ച്വലി നമുക്ക് ഇന്ന് അനുവിനെയും സാവിയോനെയും ഈസ്റ്റനെയും മീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഇൻ കേസ് അനു, സാവിയോ, ഈസ്റ്റനും അന്നും ആരെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ പുതിയ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ, കിരൺ, അനു, സാവിയോ, ഈസ്റ്റൻ ഞങ്ങൾ എല്ലാവരും ഒരു ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതാണ്. ഞാനും അനുവും കൂടി ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതാണ് അല്ലേട്ടാ. അപ്പോൾ നമ്മളെല്ലാവരും എറണാകുളത്തുള്ളവരാണ്. അപ്പൊ ഞങ്ങൾ മീറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങള് ഫുൾ പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ക്യാൻസൽ ആയിപ്പോയി. സാവിയോനും ഈസ്റ്റനും കുറച്ച് ജോലി തിരക്കുകൾ വന്നു. അപ്പൊ പെട്ടെന്ന് എപ്പോഴാണ് അവർക്ക് ഇറങ്ങാൻ പറ്റണമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയ്യെ ക്യാൻസൽ ചെയ്ത് നമുക്ക് കാണാൻ. ആക്ച്വലി നമ്മള് മീറ്റ് ചെയ്യാറുണ്ട്. അനുവിന് നമ്മുടെ കൂടെ നാട്ടിലുള്ള ബാംഗ്ലൂരുള്ളതാണ്. ഈസ്റ്റൻ 2-3 ആഴ്ച മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ബാംഗ്ലൂർ വെച്ച് നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ നാട്ടിൽ വന്നപ്പോഴത്തേക്കും സാവിയനായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാവിയും ഞാനോ. പക്ഷെ ഞങ്ങൾ 5 പേരും കൂടി മീറ്റ് ചെയ്തിട്ട് കുറേ കാലമായി. 5 പേരെയും കൂടി ഒരുമിച്ച് കണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഒരു 5 പേരും കൂടി ഉള്ളൊരു മീറ്റിംഗ് ആക്കാലോ എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അത് നൈറ്റായിട്ട് പാളിപ്പോയി. അതാണ് പ്രശ്നം. എല്ലാവരുടെയും അവൈലബിലിറ്റി, നമ്മളൊരു ഏജ് ആയി കഴിയുമ്പോൾ എല്ലാവരുടെയും അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ ഏറ്റവും വലിയ ടാസ്ക് എന്നുള്ളതാണ് ഇതിനേക്കാൾ വലിയ സത്യം. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനും കിരണും അനു മാത്രമായി. അപ്പൊ നമുക്കൊരു നാട്ടിൽ നമ്മള് ബാംഗ്ലൂർ പോയിട്ട് കണ്ടാൽ മതിയല്ലോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഡയറക്റ്റ്ലി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഇനിയിപ്പോ അങ്ങനെ അധികം പ്ലാനുകളൊന്നുമില്ല. ഇനി നമുക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ കുളിക്കണം അല്ലേട്ടോ. കുളിച്ചിട്ടില്ല. എനിക്ക് ഇന്ന് എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഞാൻ വന്നിട്ട് തല കുളിക്കാണ്ടിരുന്നത്. നോക്കട്ടെ, ഇച്ചിരി നേരെങ്കിലും ഒന്ന് എനിക്ക് തല കുളിക്കണം വാട്ട്സോ എവർ. ബിക്കോസ് നാളെ നമുക്ക് മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യാനുള്ളതാണ്. എന്നൊക്കെയാണ് എന്റെ പ്ലാൻ. കല്യാണത്തിനും റിസപ്ഷനും ഒക്കെ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും മുടി ഇനി കഴിയില്ലെങ്കിൽ ഭയങ്കര സ്കാൽപ്പ് ഓയിലി ആയിട്ട് ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊക്കെ അത് ഇവിടെ വന്നിട്ട് ഭയങ്കര ചൂടില്ലേ. അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അല്ല, എന്റെ കുഞ്ഞിന് വെച്ചക്കുന്നുണ്ടല്ലേ. അപ്പൊ പിന്നെ പോട്ടി കഴിക്കട്ടെ നമുക്ക് പാപ്പാ. ഇവിടെ ഞങ്ങള് വീടിന്റെ ഭാഗത്തേക്ക് വന്നപ്പോഴേ, കൊച്ചി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ പാലം കയറുന്നതിന് മുന്നേ സ്റ്റാർബക്സ് അല്ലേട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്റ്റാർബക്സ് ലിറ്ററലി ഓപ്പണിങ് എവറിവെയർ അല്ലേട്ടാ. ഞാൻ ഭയങ്കര സ്റ്റാർബക്സിന്റെ ഫാൻ. എനിക്ക് ഉണ്ണിക്കുട്ടിക്കും സ്റ്റാർബക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടൻ സ്റ്റാർബക്സിനെതിരെ അല്ലേട്ടാ. അവിടെ എവിടെയൊക്കെ സ്റ്റാർബക്സ് ആവുന്നുണ്ട്. ഇഷ്ടമായില്ല. ഞങ്ങളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യുന്നുണ്ട്. പിടിച്ചില്ല അല്ലേട്ടാ കുശുമ. ഞാനും ഉണ്ണിക്കുട്ടിയും ഭയങ്കര സ്റ്റാർബക്സ് ഫാനാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണെന്നറിയില്ല, അവിടുത്തെ ഡ്രിങ്കുകളെല്ലാം ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ. പക്ഷെ നമ്മൾ സ്ഥിരം കുടിക്കൊന്നുമില്ല. നമ്മൾ ഈ ചില നോർത്ത് ഇന്ത്യൻ ക്രിയേറ്റേഴ്സിനെ കണ്ടിട്ടില്ലേ, ഏത് എപ്പോ പുറത്തിറങ്ങിയാലും എന്റെ സ്റ്റോറിൽ സ്റ്റാർബക്സ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബിക്കോസ് ഇറ്റ്സ് എക്സ്പെൻസീവ്. ഞാൻ വെച്ചരാ അപ്പൊ ഇത് എക്സ്പെൻസീവ് ആണ്. ഒരു കോഫിക്ക് 500-600 രൂപയൊക്കെയാണ്. അതുകൊണ്ട് എക്സ്പെൻസീവ് ആണ്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബട്ട് വൺസ് ഇൻ എ വൈൽ ഞങ്ങളത് എൻജോയ് ചെയ്യും. ഞങ്ങൾ വല്ലപ്പോഴും നമ്മുടെ ഒരു കൊതിയൊക്കെ തീർക്കണ്ടേ. അപ്പൊ അതിന് പക്ഷെ കിരൺ നിൽക്കണത് എന്റെ ഇത്രമാത്രം ടേസ്റ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ആ ടേസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ. കുശം വല്ലേട്ടാ ആന്ന് കണ്ട. ഇവന് മനസ്സിലായിട്ട് ഇവന് മനസ്സിലായില്ല. മറ്റേ ഡയലോഗ് പറഞ്ഞിട്ട് കേട്ടോ, പഞ്ചാബി ഹൗസിലെ ഡയലോഗ്. ഈ പട്ടറ് മനസ്സിലായി, പക്ഷെ അർജുന പട്ടറ് മനസ്സിലായില്ല.
ഇല്ലട്ടോ എന്നെ കണ്ടോ സുന്ദരന. ഭയങ്കര കാപ്പി 500 കൊടുത്ത് ഭയങ്കര ആര പൊട്ടുന്നത് അപ്പൊ മനസ്സിലാവും. ഒരു വെറും കാപ്പി അല്ല, ജാവ ചിപ്പാണ്, ജാവ ചിപ്പ്. കാപ്പിയിൽ ഇത്ര ക്രീം ഒഴിച്ച് കഴിയുമ്പോ 500 രൂപ. അയ്യോ ഭയങ്കര ടേസ്റ്റ്. ഓട്ടെ, ഞാൻ ഈ വ്ളോഗ് കൂടെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും എന്റെ അഭിമാനത്തിനല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിങ്ങനെ പല സ്ഥലത്തൊന്നും കോഫികള് ലൈക്ക് ഐസ്ഡ് കോഫീസ്, കോൾഡ് കോഫീസ് കുടിക്കും. പക്ഷെ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ടും എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നാറുണ്ട്. അപ്പൊ ഇതിന് നമുക്കൊന്ന് സ്റ്റാർബക്സ് കയറിയാലേട്ടാ. എനിക്കത് ഭയങ്കര ഡിഫറൻസ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി കോഫീസ് ഒബ്വിയസ്ലി സ്റ്റാർബക്സ് ആണ്. സെക്കൻഡ് ലൈക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും പറഞ്ഞില്ല. എനിക്ക് എപ്പോഴും ഞാൻ കുടിക്കാൻ താല്പര്യപ്പെടുന്നത് മെക്ഡിയില് കോൾഡ് കോഫി അല്ലെങ്കിൽ ഐസ്ഡ് കോഫിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഐസ്ഡ് കോഫിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എനിക്ക് സ്റ്റാർബക്സ്, ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ്. ഞാൻ പിന്നെ പല സ്ഥലത്തൊന്നും ഒക്കെ കുടിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. മേ ബി നമുക്ക് 500 രൂപ കൊടുത്ത് കുടിക്കണോണ്ടായിരിക്കും ടേസ്റ്റിന് തോന്നുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും മെക്ഡിന്റെ കോഫി എനിക്ക് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. കോൾഡ് കോഫി അല്ല, ക്ലാസിക് കോൾഡ് കോഫി അല്ല, ഐസ്ഡ് കോഫി. അത് ഞാൻ ഈ ഇടയ്ക്ക് തൊട്ടാണ് കുടിച്ചു തുടങ്ങിയത്. ഐസ്ഡ് കോഫി അതിനൊരു ഭയങ്കര ടേസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ സന്ധ്യയും കൂടി ഇന്നാള് പുറത്തു പോയില്ലേ, നമ്മള് ടീം ഔട്ടിങ്ങിന് പോയില്ലേ ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പൊ ഞാൻ സന്ധ്യനെ കൊണ്ട് അത് വാങ്ങിച്ചു കുടിച്ചു. ഐസ്ഡ് കോഫി, ക്രീം ഒന്നുമില്ല. പക്ഷെ സന്ധ്യക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലോ. അപ്പൊ കോൾഡ് കോഫി സാധാരണ മെഗ്ഡിന്ന് കുടിക്കുന്ന ആൾക്കാർ ജസ്റ്റ് ട്രൈ ഐസ്ഡ് കോഫി. ഇറ്റ്സ് അമേസിംഗ്. അടുത്ത സ്നാക്ക് ആൻഡ് ജ്യൂസ് സ്റ്റോപ്പ്. വീണ്ടും നമ്മളിവിടെ ഇറങ്ങിയേക്കാണ്. നമ്മള് ഇവിടെ നിന്ന് കഴിക്കുന്നത് ചിക്കൻ സമോസയും ചിക്കൻ കബാബ്. എങ്ങനെയുണ്ട് ചിക്കൻ കബാബ്? എങ്ങനെയുണ്ട്? പോരെ? മാവിന്റെ ടേസ്റ്റാ. സമോസ എടുത്ത് കടിക്കുക എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. അവിടെ സമോസ ടെസ്റ്റ് ചെയ്യണം. കൊള്ളാമോ? ഓക്കെ. ഇവിടെ നിന്ന് ഇതൊക്കെ സംഭവിച്ചു അതിൻ്റെ ഇടയിൽ അല്ലേടാ. ഇവിടുത്തെ വഴിയിൽ കണ്ടിട്ട് വാങ്ങിയതാ അല്ല? പിന്നെ ഇഷ്ടമായോ? പറയും. ബലൂൺ കാണിച്ചു കൊടുക്കും. നമ്മളവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചിറങ്ങി. ഈ എന്ന കടവന്തര ഭാഗത്തേക്ക് എത്തിയതും നല്ല മഴ. മഴയ്ക്കുള്ള നമ്മൾ പറഞ്ഞോളൂ ചേട്ടാ, മഴ പെയ്യാൻ വേണ്ടി എല്ലാ ചാൻസുകളുണ്ടെന്ന്. അത്രയും പുഴുകിയാണ് വന്നത് തന്നെ. അപ്പൊ അതേ മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞൂടാ ഇവിടെ. കണ്ടടാ എടാ, എന്താടാ അത്? എന്താ മഴ? മഴ ഇപ്പൊ നേരത്തെ മഴേനെ എന്താ പറഞ്ഞോണ്ടെന്ന് പറയാം, തനിയെ മാരി. അപ്പൊ അമ്മ ഇങ്ങനെ ചോദിക്കും, മാരിയോ? ഇത് ഈ അർത്ഥമൊക്കെ എവിടെ നേരത്തെ പാർട്ടിനെ നല്ലോ. ഈ മാരി എന്നുള്ള പര്യായ പദമൊക്കെ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു. മാരി നമ്മൾ പറയില്ലേ, അത് തമിഴ് സിനിമയുടെ മാരിയല്ല, നമ്മുടെ മലയാളം മാരി അല്ലേട്ടാ. ഏട്ടാ ചിരിക്കരുത്. ഹലോ, ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി. 7 മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തിയാണ്. ഇവിടെ ഇപ്പോൾ നല്ല പെരുമഴ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ 7:30 അയക്കണത്. ഇന്നത്തോടെ ഞാൻ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഡേ 1 and Day 2 ഒരുമിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ മുതൽ നമുക്ക് പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യും. എസ്പെഷ്യലി കല്യാണം റിലേറ്റഡ് ആയിരിക്കും. ഇന്ന് മറ്റു സാധനങ്ങളൊക്കെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം. ബിക്കോസ് ഹോൾ വീഡിയോ കാണിക്കാൻ വേണ്ടി ഉണ്ട് സാധനങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ Day 1 and Day 2 വ്ളോഗ് ഒരുമിച്ചുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നുകൊണ്ടാ. നമ്മളിവിടെ എത്തി. ഞാൻ കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. കുളിച്ചിട്ടില്ല, ഇനി എന്തായാലും തല കുളിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് തല കുളിച്ചിട്ട് ട്രാവൽ ചെയ്യാൻ വെയിൽ കൊള്ളാതൊന്നും എനിക്ക് പറ്റില്ല. എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ അവിടെ ഇന്ന് രാത്രി തന്നെ കുളിക്കണം. ബാബ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ കൊടുക്കണം ഭക്ഷണം. അപ്പോൾ ഞാൻ ആ സമയത്ത് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ മീൻ വഴി നമ്മളുടെ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. ചില ആൾക്കാരുടെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, ചില ആൾക്കാരുടെ വ്ളോഗ് എടുത്തു. അപ്പോൾ വ്ളോഗ് എടുക്കാത്തവർ വഴക്കുണ്ടായിരുന്നിട്ടാ. അപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്ന് വന്ന് സംസാരിച്ച് പെട്ടെന്ന് പോയവരുടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല. പക്ഷെ വന്ന് കുറച്ച് നേരം സംസാരിച്ച് നിന്നവരുടെ വ്ളോഗാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് കുറേ നേരം സംസാരിക്കണം എൻ്റെ അടുത്ത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഞാൻ പോയി കുളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ലവ് യു. ടേക്ക് കെയർ.